നമ്മൾ ഇന്നൊരു സ്ഥലം വരെ പോവാണ്. എങ്ങനെയാണ് പോകുന്നത്? പുതിയ കാറിൽ. ആരാണ് ഓടിക്കുന്നത്? മമ്മ. നിങ്ങൾക്കൊന്നും എന്നെ കുറിച്ചൊരു ചുക്കും അറിയില്ലടാ. ബോംബെ തെരുവിൽ ചീറിപ്പാഞ്ഞു കിടക്കുന്ന വെടികുണ്ടകൾക്കിടയിൽ ടാക്സി ഓടിക്കുന്നവരാണ് ഞാൻ. ഞാൻ പറയാം പ്രഷറാവല്ലേ സമാധാനത്തിലേക്കല്ലേ. എന്താ മനുഷ്യനെ കൊല്ലാൻ കൊണ്ടുപോവാ? ബ്രേക്ക് എവിടെ? ബ്രേക്കിന്റെ ഞാൻ ചവിട്ടിക്കോളാം. എവിടത്തേക്കാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത്? നമ്മ പഠിക്കണല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ ചീത്ത പറയണ ചീത്തൊക്കെ പറയും. പിന്നെ നീ ഓടിച്ചേ ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പൊ ഗായ്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താണ്? കറങ്ങാൻ പോവാ ഗായ്സ്. നമ്മൾ ഇന്നൊരു സ്ഥലം വരെ പോവാണ്. എങ്ങനെയാണ് പോകുന്നത്? പുതിയ കാറിൽ. ആരാണ് ഓടിക്കുന്നത്? മമ്മ. അല്ല, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടല്ലോ എന്റെ കൂടെ വരെ. നമ്മളെ എവിടേക്ക് പോകുന്നത്? കാർ ഓടിക്കാൻ അറിയില്ലെങ്കിലും ഭയങ്കര ധൈര്യം തരാൻ അറിയാം. എവിടേക്ക് പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടീമും കൂടെ വരും. ബിജോച്ചനും മാമയുടെ കൂടെ വേറൊരു പാർട്ട്ണറും കൂടി ഉണ്ട്. കാർ ഓടിക്കാൻ പഠിക്കുന്ന പാർട്ട്ണർ. അത് വേറെ ആരുമല്ല, എല്ലാ പാർട്ട്ണറുമാണ്. എല്ലാത്തിനും വരുന്ന പാർട്ട്ണറാണ് എല്ലാം. അപ്പൊ എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഒന്നും ഇല്ല കേട്ടാ. എന്നാലും പിന്നെ ഓടിച്ചു നോക്കണ്ടേ വെച്ചിട്ടാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഓടിക്കാന്ന് വെച്ചപ്പോ എല്ലാരും കൂടെ എന്റെ കൂടെ എഴുന്നേക്കാണ്. അമ്മച്ചോട് വെച്ചപ്പം ചെറിയ ഞാനില്ലാന്ന്. പിന്നെ നമ്മുടെ കുഞ്ഞാറ്റൊന്നുമില്ല കേട്ടോ. അവൾക്ക് അറിയില്ല, പക്ഷെ അവളുടെ കണ്ണ് രണ്ട് ചുവന്നിരിക്കുന്നുണ്ട്. അപ്പൊ അറിയില്ല, അതുകൊണ്ട് അവളെ വീട്ടിലിരിക്കാണ്. പിന്നെ വയ്യ, പനിയൊക്കെയാണ്. ഞങ്ങൾ വീട്ടിലെത്തിയ ഈ ബ്ലോഗ് വരുന്നതായിരിക്കും. ഇത് ഞാൻ കാറിലിരുന്നോണ്ട് തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. ഓടിക്കാൻ അറിയാം, പക്ഷെ നമ്മൾക്ക് ഓരോ സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യണത് അത് ഭയങ്കര ഒരു പാനിക് ആവും പെട്ടെന്ന്. അങ്ങനെയൊക്കെ വരുമ്പം സ്മിജ ചേട്ടൻ ഉണ്ട്. സ്മിജ ചേട്ടൻ വേറെ കാറിലാണ്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത ആൾക്കാരുണ്ടല്ലോ. എൻ്റെ കൂടെ ഇരിക്കാനായിട്ട് ഡ്രൈവിംഗ് അറിയണ ആരുമില്ല. ആൽഫി. ഓക്കെ, നമുക്ക് എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കുന്ന സംഭവങ്ങൾ നമ്മൾ ചെയ്ത് നോക്കണം. അല്ല, പിന്നെ ഞാൻ അത്ര സ്പീഡിലൊന്നും ഓടിക്കില്ല. അല്ല, അത്രയും കൂടെ ഒന്നും ആയിട്ടില്ലല്ലോ. നമ്മള് ഞാൻ ശ്രദ്ധിച്ചിട്ട് തന്നെ ഓടിക്കോളൂ. അറിയില്ല എന്താവുന്ന്, നമുക്ക് നോക്കാം. പ്രാർത്ഥിച്ചിട്ടുണ്ട്. പിന്നെ അവര് വന്നിട്ടില്ല, സ്മിജ ചേട്ടൻ വന്നിട്ടില്ല. പിന്നെ വണ്ടിയിൽ പെട്രോൾ അടിക്കണം. പെട്രോൾ അതായത് ഈ ഞങ്ങളുടെ ഇവിടെ നിന്ന് അങ്ങോട്ട് മാരോട്ടിച്ചാല് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള റൂട്ടാ പോണം. അപ്പൊ അവിടെ വലിയ തിരക്കുണ്ടാവില്ല. കുറച്ച് തിരക്കുള്ളത് ഈ പുത്തൂര് ഭാഗത്ത് നിന്ന് അങ്ങോട്ട് കടന്നു കിട്ടി കഴിഞ്ഞാൽ കുഴപ്പമില്ല അല്ലേ? എന്തൊക്കെ വിശ്വസിക്കുന്നു അറിയില്ല. എന്റെ ട്രെയിനർ ഇതുവരെ എന്നോട് ഒറ്റയ്ക്ക് എടുക്കാനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. എന്റെ സാറ് ഇത് കാണണമെങ്കിൽ അതെ ധൈര്യം ഉണ്ടാവും. അങ്ങനെ കുറച്ച് ദൂരം നമ്മൾ അല്ല, അമ്മച്ചിക്ക് ഒട്ടും ധൈര്യം ഇല്ല കേട്ടോ. അമ്മച്ചി എന്നെ ഒറ്റയ്ക്ക് വിടാനൊന്നും ആദ്യം സമ്മതിച്ചില്ല. പിന്നെ ഞാൻ പറഞ്ഞു ഇങ്ങനെ നമ്മള് പേടിച്ചിരുന്നു കഴിഞ്ഞാൽ എപ്പൊ പഠിക്കാനാന്നൊക്കെ പറഞ്ഞപ്പോ അമ്മച്ചി പറഞ്ഞു തന്നെ പോയി ഓടിച്ചിട്ട് ഞാൻ ടൂ വീലർ ഓടിക്കുന്ന സമയത്ത്, എനിക്ക് ഓടിക്കാൻ അറിയാത്ത സമയത്തൊക്കെ, ഒട്ടും അറിയാത്ത സമയത്ത് എന്റെ പിന്നിൽ ഫസ്റ്റ് കയറി വന്ന് ധൈര്യത്തോടു കൂടി വന്നിരുന്ന ആളാണ് അമ്മച്ചി. ഇപ്പൊ കാറിൽ വരണ്ടോന്ന് ചോദിച്ചു പറയും ഞാനില്ലാന്ന്. അതെന്താ അമ്മച്ചി വരാത്ത? കാറിലില്ല എന്ന് പറഞ്ഞത് എനിക്ക് വയ്യ, പനിക്കുണ്ട്. പിന്നെ പോരാത്തത് എനിക്ക് ടെൻഷൻ അടിക്കാനും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വരാത്തത്. എന്തായാലും തന്നെ ഓടിക്കുമ്പോ അപ്പൊ ഞാൻ നന്നായിട്ട് ഓടിക്കാനൊക്കെ അമ്മച്ചി പ്രാർത്ഥിച്ചോളൂ. എനിക്കധികം റിസ്ക് പിടിച്ച സിറ്റുവേഷൻസ് വരരുതെന്ന് പ്രാർത്ഥിച്ചോളൂ. തിരിക്കാനും ഒരു വളവ് പെട്ടെന്ന് ആരെങ്കിലും ഒന്ന് കേറി വരിക നന്നായി വരും. നന്നായി ഓടിക്കും, എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഇന്നത് സൺഡേ ആയതുകൊണ്ട് നമ്മൾ വിചാരിക്കണ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല.
വരുന്നോടൊക്കെ ഉണ്ടാവും പോണോടത്തൊക്കെ. ഇവിടെ എന്താണ്? എന്നാലും പോയി വരും. ഇവിടെ എന്താ പരിപാടി? ഇഡ്ഡലി സാമ്പാറ്. പറഞ്ഞേ എവിടെ കുടുംബസമ്മേളനം? കുടുംബസമ്മേളനം. അച്ചു എന്റെ കൂടെ വരുന്നതിൽ എന്താ അഭിപ്രായം അച്ഛൻ്റെ? അഭിപ്രായം ഇങ്ങനെയൊക്കെ പഠിക്കുക. അതെ, നമ്മുടെ പിള്ളേരൊക്കെ ഉണ്ടല്ലോ കട്ട സപ്പോർട്ട് ഉണ്ടാ. ഇങ്ങനെയൊക്കെയാണ് പഠിക്കുന്ന, ഒരു പേടിയില്ല മാളൂര്. ഓക്കെ, ഇനി നമ്മൾ അവരെ ഒന്ന് വിളിച്ചോക്കട്ടെ കേട്ടോ, എന്താണോ വരാത്ത. ഇല്ല, ഇങ്ങോട്ട് വാ, കാറിൽ കയറിക്കാം. പിന്നെ അച്ഛനെ കൂട്ടി അമ്മൂയ്ക്കുണ്ട്. ഒരാളായില്ല കയറുമ്പോ. ശരിക്കും വണ്ടി എടുക്കാൻ പോവാ. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാൻ പോട്ടാ. ഇങ്ങോട്ട് കുറച്ച് ഇങ്ങോട്ട് തിരിക്കണ. പേടിയില്ലാട്ടാ, തീരെ പേടിയില്ലാട്ടാ അച്ഛനെ. യു ക്യാൻ. എങ്ങടെ തിരിക്കണം അമ്മ? ഇതെങ്ങനെ പേടിക്കണേ? അത് കുറച്ച് നേരം ഇരുന്നിട്ട് കുറച്ചും കൂടെ പോട്ടെ, കുറച്ചും കൂടെ പോട്ടെ. ഇനിയിപ്പോ അത് കുറച്ച് ചെറുതായിട്ട് വളച്ചോ, എടുത്തെടുത്തോ, ഫുള്ളായിട്ട് ഓടിക്കണ്ട, കുറച്ച് നേരേക്ക് പോ. ഇനി എടുത്ത് പോകോ, എടുത്തിട്ട് ആ സൈഡിൽ കിട്ടോ, ഈ സൈഡിൽ കിട്ടോ. പോയിക്കോ, ആന്റി പോക്കോ, അങ്ങോട്ട് പോക്കോ. പോയിട്ട് റിട്ടേൺ വരാം. തിരിക്കറിയോ? ആന്റിക്ക് റിവേഴ്സ് അടിക്കാറിയില്ലേ? നമുക്ക് ഈ മുക്കിൽ എങ്ങനെ ഇവിടെ നിർത്തിയാലോ? ഗായ്സ്, മമ്മ വണ്ടി ഓടിച്ചു. ഗായ്സ്, മമ്മ ജസ്റ്റ് പുറത്തേക്ക് ഇറക്കിയതാണ്. അങ്ങനെ തന്നെ നേരെ അങ്ങോട്ട് പോയി. ഇങ്ങനൊന്നും പറഞ്ഞ നേരെ അങ്ങോട്ട് ഞങ്ങളിതേ പുത്തൂര് പാലെത്തിപ്പോ ഇത്രേ ഉള്ളൂ. അപ്പോ ജിതാന്റിയും അവരൊക്കെ വരും. പാവം മമ്മ ഇപ്പൊ പഠിക്കുന്നോണ്ട് മമ്മ പതുക്കെ ഓടിക്കണുള്ളൂ, സ്ലോ ആയി. നോക്കിയോളൂ അച്ഛോ, നമുക്ക് അത്ര സ്പേസ് ഉണ്ടോന്നൊക്കെ നോക്കിയോളൂ. അതൊക്കെയാണ് പേടി, മനസ്സിലായ? മമ്മ ഓടിക്കുന്ന കൂക്കു. വാവ്, പ്രോ ഡ്രൈവർ. ഈ പ്രോ എന്നൊന്നും പറയാൻ പാടില്ല, പ്രോ ഡ്രൈവർ. എനിക്ക് ഇനി വണ്ടി ഓടിക്കാൻ പഠിക്കണം. ഇനി ഞാൻ കാർ ഓടിക്കാൻ പഠിക്കും. കുട്ടികൾ നല്ല രീതിയിൽ എനിക്ക് മോട്ടിവേഷൻ തരുന്നുണ്ട് കേട്ടോ ഗൈസ്. പിന്നെ ആൽഫിക്കൊന്നും ഓടിക്കാറില്ല. എനിക്കൊക്കെ ഓടിക്കാൻ അറിയാം. അവനെ പറച്ചില് മാത്രമേ ഉള്ളൂ, മിണ്ടാണ്ട് അവിടെ ഇരുന്നോട്ടാ രണ്ടുപേരും. നമ്മളെ ഭയങ്കരമായ റിസ്ക് പിടിച്ച വഴി കൂടെ പോകുന്നു. ഉണ്ടാവും, വേറെ ആൾക്കാരുണ്ട്, അവര് സ്ലോ. അവർക്ക് സ്ലോ മതി 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 മതി. ആംബുലൻസ് വരുന്നല്ലോ. ആ കാറിന് പോകാമെങ്കിൽ മമ്മയ്ക്ക് പോവാം. ഇവിടെ ദൈവമുണ്ട് അമ്മ. ഞങ്ങള് ഊട്ടി എത്തും ഗൈസ്. നീട്ടെ ഫ്രണ്ടിലേക്ക് നിർബന്ധ.
സൂവിലേക്ക് പോവാ ആന്റിയെ. പെട്രോൾ അടിച്ചിട്ട് സൂവിലേക്ക് പോവാട്ടാ. ബാക്കിൽ വരുന്നു. പെട്രോൾ അടിക്കാൻ ഞാൻ എന്തായാലും കേട്ടില്ല വണ്ടി. ആന്റി എടുത്തു. ഇല്ലില്ല, ഞാൻ ഈ സൈഡിൽ ഒതുക്കും. എടുത്തോ. അതൊക്കെ ക്രോസ് ചെയ്യാം. പിന്നെ ഇപ്പളല്ല പമ്പ് എത്താ. പമ്പ് ഇപ്പൊ എത്തും. ആന്റി ഇവിടെ സ്ലോ ആക്കി. ഇവിടെ സ്ലോ ആക്കി. എന്നിട്ട് ഏത് സൈഡില് അവരെന്നത് നിർത്തണ്ട ആന്റിയെ. എടുക്ക ആന്റിയെ. ആന്റി എടുത്ത് പെട്രോൾ എന്തിട്ടാണ് മാളിന് പ്രശ്നം? അതിന്റെ മണം കേട്ട് ഛർദിക്കാൻ വരൂടിയേ. എങ്ങോട്ടും പോവാണ്, നമ്മളും പോവാണ്. അല്ല, എന്തൊരു ബ്ലോക്കാണ് തൃശ്ശൂരിത്തെ, എന്തൊരു ബ്ലോക്കാണ്. എന്തുട്ട ചെയ്യാ. ഒന്നില്ല പിടിക്ക്. അവരുടെ അടുത്ത് പോയി ഞാൻ പറയാം. ബാക്ക് ഇറങ്ങി പോയി കുഴപ്പമില്ലേ. ഗിയർ ഡൗൺ ചെയ്യാൻ പോട്ടാ. ഫസ്റ്റ് ഗിയറിലല്ലേ ബ്രേക്ക് വിട്ടില്ലേ? എടുത്തോ പോട്ടാ. ഓണാക്ക്. ഓയ് വണ്ടി ഓണാക്ക്. ഗാന്ധിജി കൊടുക്കണ ആന്റി എടുത്തോ. ആന്റിയെ വണ്ടി ഓഫ് ആയിട്ടാ. പ്രഷറാവല്ലേ സമാധാനത്തില്. ഓക്കെല്ലേ? ബ്രേക്ക് വിട്ടോ ആന്റി, ബ്രേക്ക് വിട്ടോ. ഞാൻ ഇവിടെ ഇതിലിട്ടുണ്ട്. ബ്രേക്ക് വിട്ടോ, ക്ലച്ച് വിടണ്ട. വിടട്ടെ? ഇടയ്ക്കിടയ്ക്ക് വണ്ടി ഓഫ് ആവുന്നു. വണ്ടി ഓഫ് ആയിട്ട് നമ്മള് പറഞ്ഞോക്കി വീഡിയോയില് കിട്ടിണ്ട്. ഇടയ്ക്കിടയ്ക്ക് വണ്ടി ഓഫ് ആവുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, നമ്മ പഠിക്കണല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ ചീത്ത പറയണ ഇവള്. ചീത്തൊക്കെ പറയും. പിന്നെ നീ ഓടിച്ചേ മോളിടുമ്പോ ആളെ ഇതാക്ക. ടെൻഷനായി. ഞാനൊന്നും മിണ്ടണില്ല. മതിയാ. കോമഡിയാണ് ഇതിന്റെ അമ്മ പറഞ്ഞിട്ട് അമ്മ ഓടിക്കാ കേറിട്ട് ഓടിക്കുക. അങ്ങനെ അച്ഛനാണെങ്കിൽ ഒന്നും അറിയില്ല. പ്രോ ഡ്രൈവറായേ പറക്കങ്ങട്. നമ്മ സൈഡിലേക്ക് സംസാരിക്കൂടില്ല. ഒന്നും നോക്കില്ല. നമ്മ നേരെ ഒറ്റ മൈൻഡ്. വെള്ളച്ചാട്ടല്ലേ ആന്റി അവിടെ കല്ലുണ്ട് ഫ്രണ്ടിൽ കല്ലുണ്ട്. ഓട്ട ഞാൻ കല്ലുണ്ട്. ഇവിടെ വരെ ഓടിച്ചു വന്നതിന്റെ തിരിച്ചു പോവാനോ അങ്ങനെ മാനസിക പ്രോ ഡ്രൈവർ ഇവിടം വരെ പിടിച്ചില്ല. കാറ്റത്ത് 2 പ്രാവശ്യം ഓഫ് ആയിസ്റ്റേ. മമ്മ ഇപ്പൊ പേടിച്ചു. മമ്മ ഇപ്പൊ ടെൻഷനായി. കുഴപ്പമില്ല സീനില്ല അല്ലേ? ഞാൻ ചവിട്ടണു, അവൻ ഗീർ മാറ്റുന്നു.
നമ്മളിപ്പോ ഇതെവിടെയാ ഇവിടെ എന്ത് വെള്ളച്ചാട്ടം ഉണ്ടെന്ന് ഇവിടെ എന്തിട്ടാന്ന് പറ മമ്മ ഇവിടെ എന്തിട്ടാ ഇവിടെ എന്തൊരു വെള്ളച്ചാട്ടുണ്ട്. അതെ ഇവിടെ മരൊട്ടിച്ചാല് അറിയില്ല. അപ്പൊ നമ്മൾ അവിടേക്ക് പോവാണ്. അപ്പൊ സുഖല്ലേ? അപ്പൊ ഇന്ന് വന്നുള്ള കൈ സർപ്രൈസ് ആയിട്ട് വന്നതാണ്. സർപ്രൈസ് ആയി അമ്മ ചേച്ചി അപ്പൊ ചെന്നിട്ട് ഞാൻ നന്നായിട്ട് ഞെട്ടി. ഞാൻ ഉറക്കം കണ്ണു തുറന്നപ്പോ ഇവൻ എന്ത് ഗൈസ്. അപ്പൊ നമ്മൾ എവിടെ എത്തി? മരൊട്ടിച്ചാലെത്തി ഗൈസ്. സക്സസ്ഫുള്ളി നമ്മൾ ഇവിടെ എത്തി. കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഓടിച്ചോടി ശരിയാവും അല്ലേ? ആളാണ് എന്നെ ടെൻഷൻ ആക്കണത്. വണ്ടി എടുക്കുമ്പോ ഒക്കെ ബാക്കി പോപ്പോ എനിക്ക് അതാ ഇവിടെ മൊത്തം കയറ്റാണേ. എനിക്ക് ആ കയറ്റത്തെടുത്തപ്പോ പെട്ടെന്ന് ഓഫായി വണ്ടി. ഓഫായി വണ്ടി ബാക്കിലേക്ക് ഇറങ്ങി വരല്ലേ. അപ്പൊ ഇവള് കിടന്ന് ഓളിടാ. പക്ഷെ നമ്മള് ആ സമയത്ത് ആൽഫി നല്ലോണം ഹെൽപ്പ് ചെയ്തുട്ടാ. ഓടിക്കാറിയില്ല, അവന് കാര്യങ്ങൾ അറിയാം. അതെ, ആൽഫി ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാം. ഫ്രണ്ട്സ് ഉണ്ട് അപ്പൊ അവന്മാരുടെ കൂടെ ഒക്കെ ആൽഫിയുടെ കൂടെ പോകാട്ടാ ധൈര്യമായിട്ട് ഓടിക്കാൻ. ഇവിടെ മൊത്തം ഈ പോണ വഴി മൊത്തം ചളി പിളിയാട്ടാ. ഈ മരൊട്ടിച്ചാലിന്റെ അപ്ഡേഷൻ ഞങ്ങൾ കൊടുക്കുകയാണ്. അവിടെ പൂട്ടിട്ടിരിക്കുകയാണ്. ആർക്കും കാണാൻ പറ്റില്ല എന്ന് പറയണ കേട്ടോ സ്ഥലം. അപ്പോൾ ഇങ്ങോട്ട് വരുന്നവർ ശ്രദ്ധിക്കാം, ഇങ്ങോട്ട് വരണ്ട. ഇവിടെ ഒരു റിസോർട്ട് ഉണ്ട് കേട്ടോ. ഇവിടെ നോക്കുമ്പോ ഒരു കാര്യമില്ല, മാളു കാണാൻ പറ്റില്ല, അവിടെ ഒന്നുമില്ല. അതിനെ പറ്റിട്ട് എന്താ അഭിപ്രായം? പേടി, ഭയം, ഫ്രണ്ടിൽ നിൽക്കാൻ മുട്ട. ആർക്ക്? ഞങ്ങൾക്ക്. എനിക്ക് പേടിയില്ല, എന്റെ കൂടെ ഇരിക്കുന്നവർക്ക് പേടിയായിരുന്നു. ഇത് മറ്റല്ല ബംഗാളികളുടെ പോലെ അതേപോലെ ഒരു കാര്യമില്ല, മഴയില്ല, ഒരു കുഴപ്പമില്ല. പോകുമ്പോ നോക്കണ്ട് മോളെ ബൈക്ക് നോക്കണ്ട വരണേ. ഗായ്സ്, അപ്പൊ നമ്മള് ഒരു കടയിലെത്തിയപ്പോ അവിടെ നിർത്തി നമ്മള് കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടപ്പോ. അപ്പൊ ഇനി നമ്മള് ഇപ്പൊ ഇനി പോണത് അപ്പൊ ഇനി നമ്മള് പോകുന്നത് ചിമ്മി ഡാമിലേക്കാണ് ഗായ്സ്. വേറെ ഇന്ന് സ്മൂത്ത് ആയിട്ടാണ് ഗായ്സ് എല്ലാം പോകുന്നത്. കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടെന്നുള്ളൂ. അപ്പൊ നമ്മള് ഹാൻഡിൽ ചെയ്തു നോക്കി. ഒരു പഴം വറുത്തതിന്റെ വീണം അമ്മയ്ക്ക് ഒന്നും വേണ്ട തിന്നെ. ഡ്രൈവർ നമ്മളെ തിന്നിട്ടൊക്കെ വണ്ടി ഓടിക്കണം. ഒന്ന് വാങ്ങിക്കൊണ്ട് പോകും പറഞ്ഞു എടുത്തോ. അതല്ല ഇന്ത്യ ഇല്ല അല്ല അല്ല എന്ന് പറയാനുള്ള അറിയില്ല മൊത്തം അത് ഞാൻ എവിടെ വേറെ വായിക്കാൻ പറ്റില്ല. ഞാൻ എടുത്തോ. ഈ പശുവിനെ കൊണ്ട് ഞാൻ തോറ്റു. നോക്കാം, അതിന് ചെയ്യാനുള്ളൂ, അല്ലാണ്ട് കാര്യ. ഫുള്ള് കറക്കട്ടെ, ഇറക്കിക്കോ. ബാക്ക് എന്തോരം പോ നോക്കിയാ. ചവിട്ടിക്കോ ചവിട്ടിക്കോ. ഫ്രണ്ടിക്ക് എടുത്തേ. ഗിയർ
അത്ര ഒതുക്കാൻ സ്ഥലം ഉണ്ടാ? നേരെ പോ എന്നിട്ട് നിങ്ങളെ പിന്നാലെ പോയോ? പെട്ടെന്ന് ഒരു തിരിഞ്ഞിട്ടില്ലാവും പൊരി പിടിക്കും. അവര് ബാക്കിൽ വന്നിരിക്കും. ശരിയാ, ചെരിഞ്ഞിട്ടാണ് ഇരിക്കണേ. ചെരിഞ്ഞിട്ടിരിക്കണ. വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റും ഇതിലെന്നെ. അത് മാല വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമുക്ക് ഇവിടേക്കിടാം, ഞങ്ങൾ റിവേഴ്സ് അടിക്കാം. ഗൈസ് നെക്സ്റ്റ് സ്പോട്ട് ഇവിടെയല്ല അവിടെ. ഇങ്ങോട്ട് മാത്ര ഇനി അടുത്ത സ്ഥലം ഏത് വഴി പോവാം ഗൈസ്. അപ്പൊ ഗൈസ് നമ്മളിനി പോകുന്നത് ഇവിടെ കൊറേ വണ്ടി ഉണ്ട്. ഇവിടെ കൊറേ മീൻസ് ഇങ്ങനെ വണ്ടികൾ അപ്പൊ അതെ നമ്മളിവിടെ എത്താറായി. ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളുണ്ട്. ഇവിടെ അതിന്റെ അപ്പുറത്ത് അതിന്റെ അവിടെ കീട്ട് ഇവിടെ കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടങ്ങളുണ്ട്. പാലം കണ്ടോ? ഇതിലിറങ്ങി കളിക്കാൻ പറ്റും. ഇറങ്ങിക്കോ. ഞാൻ ഇറങ്ങാൻ ഡ്രസ് ഇല്ലല്ലോ, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ നടക്കാം. ഗൈസ് ഹൈ ഗൈസ് ഹൈ പറയൂ. പ്രോ ഡ്രൈവേഴ്സ് എവിടെ? എപ്പോഴും ഫോട്ടോ നമുക്ക് ഇതിൽ കൂടെ പോകാൻ പറ്റും. വീഡിയോ എടുക്കാൻ ഗൈസ് നമുക്ക് ഇതിൽ കൂടെ പോകാൻ പറ്റും. അത് കൂടെ അല്ല, ഇതിൽ കൂടെ റോങ് സൈഡ് എന്താണ്ടായേ ഗൈസ്? ഇവിടെ മൊത്തം റബ്ബറിൻ തോട്ടാണ് ഗൈസ്, അല്ലേ അമ്മേ? ഇതിനകത്ത് റബ്ബർ ഉണ്ടോ നോക്കി നോക്കിയേ. അതൊരു കല്ല് മടക്കേറ്റ് വെച്ചാണ്. അതെ, ഇതൊരു ദൈവ, ഇങ്ങനൊരു ദൈവമുണ്ട്. നമ്മള് കല്ലൊക്കെ കയറ്റി വെച്ചിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാ അത് റെഡിയാവും. സാഹസം കാണിക്കുന്നു രണ്ടുപേര്. സാഹസം കാണിക്കണേ. അങ്ങനെയില്ല, മറ്റേ വെള്ളം ഇരുട്ടായി ഒടുങ്ങിട്ടാ. മമ്മ ഓടിക്കണ നോക്കും, ഇരുട്ടത്തും ഇരുട്ടായിട്ടില്ല, അങ്ങനെ വെളിച്ചം കുറഞ്ഞു തുടങ്ങി. നന്നായിട്ട് ഓടിച്ചുട്ടോ മമ്മ. കൽബുന്താവാ ചെയ്യണേ അല്ല മമ്മ? മമ്മക്ക് വണ്ടി ഓടിക്കാറിയോ കേട്ടോ? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്നു. നമ്മൾ ചെയ്യണം. പേടിച്ചിരിക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് വണ്ടി ഓടിക്കാനൊക്കെ. അത് അല്ല, പേടിച്ചിരിക്കണവരുണ്ട്. പേടിച്ചിരിക്കണവർക്ക് കാണട്ടെ. വണ്ടി ഓടിക്കാൻ പേടിച്ചിരിക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അവർക്ക് ഒരു ഇതാണ്. അതന്നെ, അത് നമ്മൾ ഓടിച്ചു തുടങ്ങിയാൽ ഇനി അത് മനസ്സിലാവുള്ളൂ ചെയ്യാൻ പറ്റും. മനസ്സിലായ?
അമ്മേ കുലുങ്ങി കുലുങ്ങി എടുത്തിട്ടുണ്ട്. കട്ടറുണ്ടാ ഗായ്സ് അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി വീട്ടിലെത്താനായി. Oh my God. We did it. Yay! അതിന് ഗേറ്റ് തുറക്കണം. ഗേറ്റ് തുറക്കണം. പള്ളി ഗേറ്റ്. പള്ളി റിവേഴ്സ് എടുക്ക്.